ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഈ ആണ്ടിൻ്റെ അവസാനത്തെ ദിവസം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്നൊരു ദൂതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആണ്ടിൻ്റെ അവസാനത്തെ ദിവസം, ഈ ജനുവരി മാസം നമ്മൾ ന്യൂ ഇയറിന് ദൈവസന്നിധിയിൽ ആദ്യമായി ദൈവസന്നിധിയിൽ കൊടുത്താണ് നാം ന്യൂ ഇയർ കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിലേക്ക് നാം ആശംസകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ച് കടന്നുപോയത്. അതുപോലെ ഈ ആണ്ടിൻ്റെ അവസാനത്തെ ദിവസം നാം അവസാനമായി ദൈവസന്നിധി കൊടുക്കാനുള്ള നിമിഷമാണ്. ഒരു നിമിഷം കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളിലെടുക്കാമോ? ദശാംശമായി, വഴിപാടായി, നേർച്ചയായി ദൈവസന്നിധിയിലെ ആണ്ടിൻ്റെ അവസാനം കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളിലെടുക്കാമോ? ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ക്ഷാമാനാധുരകൾ ഖമാനധുരഘടക. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ നന്മകൾ നിക്ഷേപിക്കാവുന്നതാണ്. ഈ ആണ്ടിൻ്റെ അവസാനത്തിൽ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വിതയ്ക്കാൻ പോവുകയാണ്. കഴിയുമെങ്കിൽ നല്ല മനസ്സോടെ ദൈവരാജ്യത്തിന് ദൈവം നൽകിയ നന്മകളിൽ നിന്ന് നല്ലതൊന്ന് ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗീയമല്ല കർത്താവേ, ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളെ നീ കാണുന്നു. ഇന്ന് ഈ നിമിഷം ഈ ആണ്ടിൻ്റെ അവസാന മിനിറ്റുകളിൽ, മണിക്കൂറുകളിൽ ഞങ്ങൾ വിതയ്ക്കുകയാണ്. ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ നടത്തിയല്ലോ. ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇതുവരെയും ക്ഷേമത്തോടെ, ആരോഗ്യത്തോടെ, ഒന്നിനും കുറവില്ലാതെ നൽകിയ നല്ല നന്മകൾക്കായി ഒരിക്കൽ കൂടെ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓൺലൈനായി, ഓഫ്ലൈനായി ഇന്ന് രാത്രി വിതയ്ക്കുന്ന ഓരോ കരങ്ങളെ നീ ബലപ്പെടുത്തും, മഹത്വം എല്ലാം അങ്ങെടുക്കും. യേശുവിൻ്റെ നാമത്തിനെ ആമേൻ. വേഗത്തിൽ ക്ഷമാനധുരകൾ കമാനധുരഘടക. ഓ ക്ഷമാനധുരകൾ. ഒരു നിമിഷം ദിവസം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ദിവസം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഓ ക്ഷമാനധരകൾ കമാനധുരഘടകധരാരകൾക്ക്. ഓ ക്ഷാരാധരകൾ കമാ. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ, എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. പ്രാർത്ഥനയോടെ നല്ല കർത്താവിൻ്റെ മുൻപാകെ ഈ രാത്രിയിലും ദൈവസാന്നിധ്യത്തിൻ്റെ മുൻപാകെ ഇത്രത്തോളം കർത്താവ് നമ്മെ കൊണ്ടുവന്നല്ലോ, ഇത്രത്തോളം നമ്മെ നടത്തിയല്ലോ, ഇത്രത്തോളം നമ്മെ പരിപാലിച്ചല്ലോ, ഒന്നിന് കുറവില്ലാതെ വണ്ണം ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇതുവരെയും നടത്തിയ നല്ല കർത്താവിനെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ആഴമായി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ആഴമായി ക്ഷാമനാധുരകൾ ഖമ. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നവർ, ദൈവം നടത്തിയെന്ന് ബോധ്യമുള്ളവർ ഈ രാത്രി ക്ഷാമനാധുരകൾ ഖമാനധുരഘടക. ഇത് രാത്രി നമ്മൾ നിന്നതല്ല പ്രിയരെ, ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. ഇത്രത്തോളം നിലനിർത്തിയത് കർത്താവിൻ്റെ കരമാണ്. അർഹതയില്ലാത്ത പല നന്മകൾ, അർഹതയില്ലാത്ത പല മാന്യതകൾ, അർഹതയില്ലാത്ത പല ഉയർച്ചകൾ നൽകിയ നല്ല കർത്താവിനെ ആഴമായൊന്ന് സ്തുതിക്കാമോ? ആഴമായൊന്ന് സ്തുതിക്കാമോ? ക്ഷാമനധരകൾ ഖമാനധുരഘടക. ഓഴിമാനധരകൾ ഖമാനഘടക. അടുത്തിരിക്കുന്നവരെ നോക്കണ്ട. ഈ രാത്രിയിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവകൃപയുടെ ആഴത്തിനകത്തു നിന്ന് എന്നെ നടത്തിയെന്നുറപ്പുള്ളവർ മാത്രം ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരുപക്ഷെ ഇനി നമുക്ക് ദൈവസന്നിധിയിൽ മമ്മി പറയാൻ ഒരു അവസരം ഈ ആണ്ടിലില്ല.
ഇനി ചില മിനിറ്റുകൾ മാത്രം എനിക്കറിയാം നിങ്ങൾ എത്രമാത്രം അത്ഭുതകരമായാണ് ദൈവം നമ്മെ നടത്തിയത്. അർഹതയില്ലാത്ത ഒട്ടനവധി നന്മകൾ നമ്മുടെ കൂടാരങ്ങളിൽ നന്നില്ലേ. തകർന്നു പോകേണ്ട സ്ഥാനത്ത്, താളടിയാകേണ്ട സ്ഥാനത്ത്, ഒരു മനുഷ്യനും കൃപയില്ലാമെ ദയ തോന്നാതെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത്, അവന്റെ സ്നേഹമല്ലേ, അപ്പന്റെ കരുണയല്ലേ, അപ്പന്റെ ശമനതരകൾ. We thank you Lord, we thank you Lord. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും നന്ദി എന്ന്? ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും കർത്താവേ നന്ദി എന്ന്? ഇതുവരെ നിന്നത് അങ്ങയുടെ കൃപയാണെന്ന്. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ഇന്ന് രാത്രി അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, പ്രസംഗിക്കുമോ എന്ന് നോക്കണ്ട, നിങ്ങളുടെ സീനിയർ പാസ്റ്റർ നോക്കണ്ട, ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുള്ള ആരെയും നോക്കണ്ട. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കാൻ കഴിയുമെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിന്റെ ആ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ വേറൊരിടമല്ല, കാരണം അവന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് അവന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയും? ഇന്ന് രാത്രി നിങ്ങൾ നമ്മെ പറഞ്ഞില്ലെങ്കിൽ ഈ പ്രകൃതിയായ ദൈവത്തെ നമ്മെ പറയും. അവന്റെ സൃഷ്ടികൾ ഓരോമായി നന്ദി പറയും. ഇന്ന് രാത്രി ആ സൃഷ്ടികളോടുകൂടെ ചേർന്ന്, ദൂതന്മാരോടുകൂടെ ചേർന്ന് നന്ദി എന്നൊരു വാക്ക്, നന്ദി എന്നൊരു വാക്ക്, താങ്ക് യു ലോർഡ്. ശമനമനദരഗടഗബര റിമമനദരഗളഖമാനദരഗടഗ അനവശ്രാതിനം ഭാഗലേ എന്നാമില്ലാത്തന്മേ ചോരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാത്തിടുന്നു. ഒരിക്കൽ കൂടെ അന്നവസ്ത്രാധിനൻ 2024 എന്നാമില്ലാത്തന്മേ ചോരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാത്തിന്നു നീ. ഒന്ന് പറഞ്ഞാട്ടെ, നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചി. ശബ്ദമുയർത്തി നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നിന്മഹാ കൃപൈ. ശബ്ദമുയർത്തി അങ്ങേ ഞാൻ നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ആരാധന ആരാധന ആരാധന
ആരാധന ആരാധന ആരാധന ആരാധന ആരാധന തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർഗ ചാരുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ മാർഗ ചാരുന്നു ഞാൻ ആരാധന ശബ്ദമുയർത്തി ആരാധന ആരാധന അക്കരങ്ങളെ വീശി സ്വർഗം കേൾക്കേ ഓ ആരാധന 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 ഹല്ലേലൂയ 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 ശബ്ദമുയർത്തി ഹല്ലേലൂയ What a mighty presence. Hallelujah. Hallelujah. ദൂതന്മാരോട് ചേർന്ന് Hallelujah. 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 ഒരിക്കൽ കൂടെ ആരാധന 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 അവസാനമാ ആരാധന 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 കരമടിച്ച നല്ല കർത്താവിന് നല്ലൊരാരാധന. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഇതുവരെയും നടത്തിയ നല്ല കർത്താവിന്
ഒന്നിനും കുറവില്ലാതെ നടത്തി എത്രത്തോളം കരമടിക്കാൻ കഴിയുമോ അത്രത്തോളം ശക്തിയോടെ ആരോഗ്യം തന്ന ദൈവത്തിന്, ആയുസ് തന്ന ദൈവത്തിന്, നന്മ തന്ന ദൈവത്തിന്, വിദ്യാഭ്യാസം തന്ന ദൈവത്തിന്, ഓ ശ്രേഷ്ഠകരമായി നടത്തിയ ദൈവത്തിന് ഇങ്ങനെ ദൈവസഭ കരമടിച്ചാൽ പോരാ. ഓ പുറകിലുള്ള എല്ലാവരും സകലരും ജീവനുള്ള സകലരും ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. മരിച്ചവരും അവനെതിരെ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോ ഈ രാത്രി ജീവനുള്ള സകലതും, ഈ രാത്രി ഹോളിനകത്തായിരിക്കുന്നവ, ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവ ഈ രാത്രി കരമടിച്ച് ഇന്ന് രാത്രി ആ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ റിമമനധനഘടക പരിമിതികളില്ലാതെ നടത്തിയതിന് 2024 ഒന്നിന് കുറവില്ല അഭിഷേകരമായി നടത്തിയതിന്, നമ്മുടെ കാലിന് വീഴ്ചയിൽ നിന്ന്, നമ്മുടെ കണ്ണിന് കണ്ണുനീരിൽ നിന്ന്, നമ്മുടെ ജീവന മരണത്തിൽ നിന്ന് വിടിവിച്ച മല്ല കർത്താവിനെ എങ്ങനെ സ്തുതിക്കാതിരിക്കും, എങ്ങനെ ആരാധിക്കാതിരിക്കും, എങ്ങനെ ആ ദൈവത്തെ കരം തട്ടാതിരിക്കും? ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ, ദൈവം നടത്തിയെന്ന് ബോധ്യമുള്ളവ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രി മമ്മി ഇതിനകത്തുയരുമ്പോ, ആരാധന ഇതിനകത്തുയരുമ്പോ, മഹത്വം ഇതിനകത്തുയരുമ്പോ, തേജോമയനായ കർത്താവ് ഇന്ന് രാത്രി നിന്റെ ആരാധന സ്വീകരിപ്പ ഈ ഹോളിനകത്ത് ഇറങ്ങി വരൂ. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവ ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങട്ടെ. ഓ ശമാന ധുരദലഘടക ഇന്ന് രാത്രി നന്ദിയുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആർപ്പോടെ ഹല്ലേലൂയ. കാഹളം പോലെ ശബ്ദമുയർത്തി ഹല്ലേലൂയ. ജയത്തിന്റെ ഘോഷത്തോടെ ഹല്ലേലൂയ. ഈ രാത്രി കർത്താവ് നമ്മെ ഇത്രത്തോളം നടത്തിയല്ലോ. ഐ ആം സോ എക്സൈറ്റഡ് ടു ആമേൻ. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. ഇന്ന് രാത്രി കർത്താവ് 2024 തമ്മൊരു ദൂതുണ്ട്. എത്ര പേർക്ക് ആ ദൂതിൻ്റെ ആഴം പിടിച്ചവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി സ്നേഹത്തോടെ സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങൾ ആ ദൂത് പിടിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറിയിട്ടുണ്ട്. 2024 ദൈവാത്മാവ് ദൈവസഭയോട് കൈമാറാനൊരു ദൂത് തന്നിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നറിയത്തില്ല. 2024 അത് നിറവിൻ്റെ വർഷമാണ്. അത് നിറവിൻ്റെ വർഷമാണ്. ഇന്ന് രാത്രി ധൈര്യത്തോടെ ഞാൻ പറയട്ടെ, പ്രസംഗിച്ച എൻ്റെ മേലത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, വിശ്വസിച്ചവരുടെ മേൽ അത് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇന്ന് രാത്രി നിറവ് പ്രാപിച്ചവരുണ്ടെങ്കിൽ, ദൈവം എന്നെ നിറച്ചെന്ന് ബോധ്യമുള്ളവരുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിലുള്ള ശൂന്യതകൾ മാറിയും ഇന്ന് രാത്രി തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ, 2024 നിറച്ച ദൈവ ഈ 2025 കുറിച്ച് ഒരു വ്യത്യസ്തമായൊരു ദൂത് ഈ രാത്രി എനിക്ക് നിങ്ങളോട് കൈമാറാനുണ്ട്. ആർ യു എക്സൈറ്റഡ് to hear? ഇന്ന് രാത്രി നിങ്ങൾ അത് കേൾക്കാൻ എക്സൈറ്റഡ് ആണെങ്കിൽ ഇന്ന് രാത്രി ഞാനത് പ്രസംഗിക്കാം. അതിയായി സന്തോഷമുണ്ട്. വേദപുസ്തകങ്ങളെ തുറക്കാമോ? യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം. The prophetical book of Isaiah chapter 43. 43-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. 18-19 വാക്യങ്ങൾ വേദപുസ്തകം കൊണ്ടുവന്നവരെല്ലാം ഒന്ന് എടുത്താട്ടെ, ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 18-19. ചുമ്മാ വായിച്ചു വിടരുത്. എത്രത്തോളം ശബ്ദമുയർത്തി വായിക്കാൻ കഴിയുമോ അത്രത്തോളം ശബ്ദമുയർത്തി വായിക്കണം. 2025 നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കും.
ഒരുമിച്ചൊന്ന് വായിക്കാമോ? മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതേ ഞാൻ അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് മതികളും ഉണ്ടാക്കും. ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, അത് നിങ്ങളതറിയുന്നില്ലയോ? അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് മതികളും ഉണ്ടാക്കും. കരമുയർത്തി ദൈവത്തിനൊരു ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി ഇരിക്കുമ്പതിന് മുമ്പ് 2024 ദൈവം എന്നോട് തന്നൊരു ദൂതുണ്ട്. 2024 വർധനവിൻ്റെ വർഷമാണ്. ഇന്ന് രാത്രി പിടിക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ഞാൻ പറയാം, 2024 ഈ ആരാധന ലൈവല്ലായിരുന്നു, ലോകരാജ്യങ്ങളിൽ എത്തില്ലായിരുന്നു. പക്ഷേ ആ ദൂതിൻ്റെ മുമ്പിൽ ഞാൻ ആമേൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്ത് കയറുന്നതിന് മുമ്പും 100 കണക്കിന് മെസ്സേജുകൾ വിവിധ രാജ്യങ്ങളിൽ എനിക്ക് മനസ്സിലായി. ഓസ്ട്രേലിയയിൽ ന്യൂ ഇയർ കഴിഞ്ഞു, ഹലോ, അതുപോലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വൈ ഇറ്റ് ഹാപ്പൺ? ദൂതിനോട് ആമേൻ പറഞ്ഞതാണ്. ഈ 2025 ദൈവം എനിക്ക് തന്നൊരു ദൂതുണ്ട്. 24 അത് വർധനവായിരുന്നു എങ്കിൽ 25 2025 is the year of, are you ready to receive? 2025 is the year of new beginnings. അവൻ പുതിയ ചിലവ് ആരംഭിക്കുന്ന വർഷമാണ്. ഇന്ന് രാത്രി കരമടിച്ച് ഇന്ന് രാത്രി ആമേൻ പറഞ്ഞു സ്വീകരിച്ചാട്ട്. 2025 is the year of the new beginning. പുതിയ ആരംഭങ്ങളുടെ വർഷമാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില കൂടാരങ്ങളുടെ മേൽ ഇന്ന് രാത്രി അത് പുറപ്പെടുകയാണ്. ഇന്ന് രാത്രി പണ്ടുള്ളവയെ കുറിച്ച് നീ നിരൂപിക്കണ്ട, മുൻപുള്ളവയെ കുറിച്ച് നീ ഓർക്കണ്ട. ഈ 2024 അവസാന മിനിറ്റുകളിൽ Lord is speaking to you. ഇന്ന് രാത്രി ദൈവം നിന്നോട് കൈമാറുന്നതാ. 2025 നീ സ്റ്റെപ്പ് വെക്കുമ്പോ നിന്റെ ജീവിതത്തിനകത്ത് പുതിയ ആരംഭങ്ങൾ. Let it happen in the name of Jesus. Oh rimana dharikhamana dharamana vaidamana arthamana dhuradara gadagavara arthamana dhuradara gadagavera vara gadaga arthareda ramchamana dhuradara. പുതിയ ആരംഭങ്ങൾ ഈ ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവരുടെ ജീവിതത്തിനകത്ത് പുതിയ തുടക്കങ്ങൾ ഈ രാത്രി സംഭവിക്കട്ടെ. ഇതുവരെയും ഒരു വ്യക്തികളുടെ ജീവിതത്തിൽ ആരംഭിച്ചിട്ടില്ലാത്തവണ്ണം ചില ദൈവ പ്രവൃത്തിയുടെ അത്ഭുതങ്ങൾ ഈ രാത്രി ആരംഭിക്കട്ടെ. ഓ ശബരാധലദലഗഡഗ. ചില ഈ രാത്രി പിടിച്ചെടുക്കുക. 2024 കഷ്ടം നീ നോക്കണ്ട കുഞ്ഞ്, നിന്റെ വേദന നോക്കണ്ട, നിന്റെ കുടുംബത്തിന്റെ തകർച്ച നോക്കണ്ട, നിന്റെ തലമുറയുടെ പിന്മാറ്റം നോക്കണ്ട, നിന്റെ സഭയുടെ ഉടർച്ചലുകൾ നോക്കണ്ട. ഈ രാത്രി ദൈവം പുതിയത് ചെയ്യാൻ പോകുക. പുതിയ തുടക്കങ്ങൾ നിന്റെ വിദ്യാഭ്യാസത്തിനകത്ത്, നിന്റെ തലമുറയുടെ ഭാവിക്കകത്ത്, നിന്റെ സാമ്പത്തിക മേഖലക്കകത്ത്, നിന്റെ ആത്മീക ജീവിതത്തിനകത്ത്, നിന്റെ ശുശ്രൂഷക്കകത്ത് ഈ രാത്രി അത് സംഭവിക്കുക. ഇന്ന് രാത്രി രാജ്യങ്ങൾ ഈ രാത്രി നിനക്ക് വേണ്ടി, നിന്റെ നിയോഗത്തിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി ഈ രാത്രി
അർത്ഥമാന ധൂര ധാര 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 ധാര. രാത്രി ഒരുമിച്ചൊന്ന് പറയാമോ? 2025 ആ തലയിൽ കരം വച്ചൊന്ന് പറഞ്ഞാട്ട് 2025 24 പൂർത്തീകരിച്ച് ഞാൻ 25 കടക്കുമ്പോ എന്റെ ജീവിതത്തിൽ പുതിയ ആരംഭങ്ങളുടെ വർഷമായി മാറും. എന്റെ ജീവിതത്തിൽ പുതിയ ആരംഭങ്ങൾ സംഭവിക്കും. എന്റെ ഭാവിയിൽ പുതിയ ആരംഭങ്ങൾ സംഭവിക്കും. എന്റെ വിദ്യാഭ്യാസത്തിൽ പുതിയ ആരംഭങ്ങൾ സംഭവിക്കും. നിന്റെ മിനിസ്ട്രിയിൽ പുതിയ ആരംഭങ്ങൾ സംഭവിക്കും. അങ്ങിൽ നിന്ന് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദൂതിനെ ഞങ്ങൾ പിടിക്കുകയാണ്. ഈ ജനത്തോട് സംസാരിക്കും. മഹത്വമെല്ലാം അങ്ങെടുക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പോരാ, ശക്തിയോടെ, ആർപ്പോടെ, കാഹളം പോലെ. ആമേൻ. രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തിയുടെ ആഴം വെളിപ്പെടും. ആമേൻ. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ചുമ്മാ എഴുന്നേറ്റ് നിന്നൊന്ന് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ദൂത് വേറൊരു സ്ഥലത്ത്, ഈ ഒരു ദൂതുമായുള്ള ബന്ധത്തിൽ ഞാൻ ഇംഗ്ലീഷ് സർവീസിൽ ഒരിക്കൽ പ്രസംഗിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇന്നേക്ക് 2-3 മാസങ്ങൾക്ക് മുമ്പ് പുതിയ തുടക്കം എന്നൊരു വാക്ക് ദൈവാത്മാവെന്നോട് കൈമാറി. ഞാൻ ആ ദൂത് പ്രസംഗിച്ചു. ഒരിക്കൽ എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്നറിയത്തില്ല, തിരുവനന്തപുരം പട്ടണത്തിലെ ഹാളിൽ ഞാൻ അതേ ദൂത് മലയാളത്തിൽ ആവർത്തിച്ച് പ്രസംഗിച്ചു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വേറൊരു ദൂതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം വേറൊരു ദൂത് ദൈവസഭയോട് കൈമാറാൻ വേണ്ടി. അപ്പോൾ ദൈവാത്മാവ് എന്നെ 3 പ്രാവശ്യം ഞാനൊരു ദൂതിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവെന്നോട് പറഞ്ഞു, ഇനി വേറൊരു ദൂതില്ല, വേറൊരു ദൂതില്ല. 2025 നീയും നിന്റെ സഭയും നിന്റെ ശുശ്രൂഷയും പുതിയ തുടക്കങ്ങൾ കാണും. നിങ്ങൾക്ക് വേണ്ടെന്ന് തോന്നുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവവചനത്തിൻ്റെ ശക്തി അതുപോലെ വെളിപ്പെടും. ലോക രാജ്യങ്ങളിലിരുന്ന് ഞങ്ങളെ കേൾക്കുന്നവടമേ, ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടും ദൈവശക്തി. ഈ രാത്രി നിന്റെ കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെടും. ഇന്ന് രാത്രി വിശ്വസിക്ക്. 2025 പുതിയ തുടക്കങ്ങളുടെ വർഷമായി എൻ്റെ ദൈവം നിന്നെ തിരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, our God is the God of creation. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ സൃഷ്ടിക്കുന്ന ദൈവമാണ്, സൃഷ്ടിച്ചു തരുന്ന ദൈവമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ പറയുന്നു, God created heavens and earth. ഹലോ, 1-ാമത്തെ വാക്യം, ബൈബിളിലെ ആദ്യത്തെ വാക്യം, ആദ്യത്തെ പദം വചനത്തിൽ തുടക്കമിടുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കാരണം He is the God of new beginnings. ഹലോ, പഴയതിൻ്റെ മേൽ, പാഴും ശൂന്യമെന്ന് പറഞ്ഞതിൻ്റെ മേൽ നിങ്ങളെൻ്റെ കൂടെയുണ്ടോ? ശൂന്യമായതിൻ്റെ മേൽ, ശൂന്യമായതിൻ്റെ മേൽ എൻ്റെ ദൈവത്തിന് ചിലത് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ ഈ 2024 അവസാന മിനിറ്റുകളിൽ ഇമ്മലകളുടെ വേദനകളൊന്ന് മറക്കാമോ? ഇമ്മലകളുടെ നിന്റെ കണ്ണുനീരിനൊന്ന് മറക്കാമോ? ഇന്ന് രാത്രി ഒന്നും പിടിച്ചില്ലേലും ഈ ദൂത് പിടിച്ചോ. എൻ്റെ ഇന്നലകളെ ഞാൻ മറക്കുക, മുൻപുള്ളവയെ ഞാൻ ഓർക്കുന്നില്ല,
പണ്ടുള്ളവയെ ഞാൻ നിരൂപിക്കുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ രാത്രി പുലരുമ്പോ 2025 ഞാൻ സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ പുതുമയുടെ ചിലവ് എൻ്റെ ദൈവം തുറന്നിടാൻ വകയാ. വിശ്വസിക്കാമെങ്കിൽ ഈ രാത്രി കരമടിച്ച് ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണ്. ഇന്ന് രാത്രി കരയുമ്പം നിന്റെ ജീവിതത്തിനകത്ത്, വിലപിക്കും അവന്റെ ഭാവിക്കകത്ത്, കണ്ണുനീരോടെ ചോദിക്കുമ്പോ ചില ചോദ്യ ചിഹ്നങ്ങൾക്കകത്ത് ഈ രാത്രി എൻ്റെ ദൈവം ഉത്തരവും ഇറങ്ങുകയാണ്. അവന്റെ ഉത്തരം ആർക്കോ ചെയ്തു പഴകിയവല്ല. ഈ രാത്രി നിനക്ക് വേണ്ടി, നിന്റെ കൂടാരത്തിന് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി മാത്രം അവൾ ചിലത് പുതിയവ ചെയ്യുക. അർത്ഥമാന ധൂരധാര. Oh, yes, 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 yes. Re ko ramanada shabarada arthamana. സൃഷ്ടിപ്പിനകത്ത് വെളിപ്പെട്ട ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഹോളിനകത്ത് ഉലാവട്ടെ. വരുവി, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞ ആ ത്രിയേക ദൈവ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ രാത്രി നിനക്ക് വേണ്ടി പുതിയവ നിന്റെ അമ്മയ്ക്ക് തരാൻ കഴിയാത്തത്, നിന്റെ അപ്പന് തരാൻ കഴിയാത്തത്, ഗവൺമെന്റിന് തരാൻ കഴിയാത്തത്, ഉലകത്തിലൊരു മനുഷ്യനും തരാൻ കഴിയാത്തത് ഈ രാത്രി നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്യും. അർത്ഥമാന ഷാറൈഖമന ശരമന ധൂരധാര ധാര ധാര. ചുമ്മാ കൈയടിക്കരുത്, കരമടിക്കുമെങ്കിൽ നന്നായി. ഇന്ന് രാത്രി സബിംബാസിന്റെ കയ്യിലൊന്നുമില്ല കുഞ്ഞേ. ഇന്ന് രാത്രി നിന്നെ പോലെ ഈ ദൂതിനെ പ്രാപിക്കാനാ ഞാൻ നിൽക്കുന്നേ. പക്ഷെ ഉള്ളവന്റെ കരം ഇതിനകത്ത് ഉലാവുന്നുണ്ട്. നിന്നെ മിമ്മിച്ചവ, നിന്നെ അപമാനിച്ചവ, നിന്നെ മാറ്റി നിർത്തിയവ, നിന്നെ നോക്കി വിടക്ക് വാക്ക് പറഞ്ഞവ, നിന്റെ സഭയെ പൂജിച്ചവ, നിന്റെ ശുശ്രൂഷ ചോദ്യം ചെയ്തവ കാണുക. ചില പുതിയവ, ചില പുതിയവ, പുതിയ തുടക്കങ്ങൾ 2025 ദൈവസഭയെ നോക്കി പ്രവചിക്കുക. പുതിയ ആരംഭങ്ങൾ ദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ആലയത്തിനകത്ത് വെളിപ്പെടും. അർത്ഥമാന ധൂരധാര റീബരാധ റീഖമാന. യെശയ്യാവ് ഇസ്രായേലിനെ നോക്കി പ്രവചിക്കുക. മുൻപുള്ളവയെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നീ നിരൂപിക്കണ്ട. അതൊന്നും നിനക്ക് അനുകൂലമല്ല കുഞ്ഞെ. നിന്നെ ഒത്തിരി കരയിച്ചതാ. 2024 നിന്നെ ഒത്തിരി മുറിവേൽപ്പിച്ചതാ. 24 ഒത്തിരി നിന്നെ ഒറ്റപ്പെടുത്തിയതാ. ഒത്തിരി പ്രാവശ്യം നിന്റെ ശരീരത്തിനകത്ത് രോഗം കണ്ടിട്ട് ശത്രു ഒതുക്കി കളയാൻ പദ്ധതിയിട്ടതാ. 2024 ഓർത്തു കഴിഞ്ഞാൽ നിനക്ക് വേദനയല്ലാതെ ചിലപ്പോൾ വേറൊന്നും കാണില്ല. പക്ഷെ ഇന്ന് രാത്രി ആത്മമറവിൽ ഒരു ദൂത് ഞാൻ പറയാ. അവനെ ഇന്ന് രാത്രി മറക്കുക.
നിന്നോട് എതിർത്ത് നിന്നവരോട് ഇന്ന് രാത്രി നീ ക്ഷമ കൊടുക്ക, നീ അവരോട് ക്ഷമിക്ക. ഇന്ന് രാത്രി ദേശം കാണുക, നിമ്മിച്ചവർ കാണുക, അപമാനിച്ചവർ കാണുക. ഇന്ന് രാത്രി നിനക്കൊരു മേശ ഈ രാത്രി ഒരുക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദുഷ്ടൻ അത് കണ്ടു വ്യസനിക്കുക, അവൻ പല്ല് കടിച്ചുരുകി പോകും. ഇന്ന് രാത്രി സഭ ചേർന്ന് പറ, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ഇമ്മലകളെ ഓർക്കരുത്. ഇന്നലെ ഓർത്ത് നീ പിടിച്ച് അതിൽ പിടിച്ചു തൂങ്ങിക്കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദൂത് നിനക്ക് പിടിക്കാൻ കഴിയില്ല. ഇമ്മലകളുടെ വേദന നീ ഓർക്കരുത്. ഇമ്മല കുത്തുവാക്ക് പറഞ്ഞവരെ നിന്നെ ഓർക്കരുത്. ഇമ്മല കൂടെ നിന്ന് കാലുവാരിയവരെ ഓർക്കരുത്. ചേർത്ത് നിർത്തിയിട്ട് കൂടെ നിർത്തി ഒറ്റപ്പെടുത്തിയിട്ട് ഓടിക്കളഞ്ഞവരെ നീ ഓർക്കരുത്. ഇന്ന് രാത്രി അവരെയൊക്കെ മാറ്റി നിർത്ത്. അവരുടെ മിന്നാവാക്കുകളെ മാറ്റി നിർത്ത്. ഒറ്റപ്പെടലുകളെ മാറ്റി നിർത്ത്. ഇന്ന് രാത്രി ദൈവം പറയുക, ഞാൻ നിനക്ക് വേണ്ടി മാത്രം പുതിയവ, നാളെയല്ല ഈ നിമിഷം മുതൽ നിനക്ക് വേണ്ടി, നിന്റെ കൂടാരത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പുതിയത് ഞാൻ ചെയ്യാൻ പോകുകയാണ്. അത് ആർക്കും തടയ്ക്കാൻ കഴിയില്ല. അതിപ്പോൾ ഉത്ഭവിക്കുക. ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ സൈന്യത്താൽ കഴിയാത്തത്, ശക്തിയാൽ കഴിയാത്തത് ദൈവത്തിന്റെ ആത്മാവിനോ ചിലവ് ഉത്ഭവിക്കുകയാണ്. പിടിക്കാൻ കഴിയുമെന്ന് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഈ ദൂതിനോട് ആമേൻ പറഞ്ഞു. ഈ രാത്രി വ്യത്യസ്തമായി പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ദേശത്ത് വലിയ ന്യായവിധി വെളിപ്പെടും, പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ വെളിപ്പെടും. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളാകാം ചിലതിനു വേണ്ടി ചില പുതിയ ആരംഭങ്ങൾ ദൈവം തരും. പൊടിക്കകത്താഴ്ന്നു പോയ, ഒരിക്കലും ഉയരാൻ സാധ്യതയില്ലാത്ത ചില കുടുംബങ്ങൾ എന്നോട് അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. സാധ്യതയില്ലാത്തൊരു ചില കുടുംബങ്ങൾ എൻ്റെ ദൈവാത്മാവ് പൊടിക്കകത്തുന്ന, നിലത്തെ പൊടിക്കകത്തുന്ന മനുഷ്യൻ്റെ സ്വരൂപവും സാദൃശ്യവും, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി ഉയർന്നു വന്നതുപോലെ ഇന്ന് രാത്രി നീ ഉയരാ ഒരു സാധ്യതയില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുക, പൊടിയിൽ നിന്ന് ചിലവിന് ഉയർത്തുമ്പോൾ ഞാൻ 2024 25 ഞാൻ ചിലവിന് വേണ്ടി ചില വഴികളെയും വാതിലുകളെയും ഈ രാത്രി തുറക്കുകയാണ്. ഒരു പ്രസംഗം പ്രസംഗിക്കുക. എൻ്റെ മുമ്പിൽ സമയമില്ല. പക്ഷെ ഇന്ന് രാത്രി ഈ ഒറ്റ വാക്കിൽ നീ ദൂത് പിടിച്ച ഈ രാത്രി നിന്റെ ചരിത്രം മാറ, നിന്റെ സ്ഥിതി മാറ. അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുക പോലെ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുക. ദൈവാത്മാവ് പറയുക, 7 വാതിലുകൾ, 7 വഴികൾ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി 2025 ദൈവാത്മാവ് തുറന്നിടാൻ പോകുക. 7 തുടക്കങ്ങൾ, 7 ശുശ്രൂഷകന്മാർ വേഗത്തിൽ സഭയ്ക്കകത്തും എഴുന്നേൽക്കുക. 7 ശുശ്രൂഷകന്മാർ
Oh, Sha. Sha Re. Sharatha. Rigame. Artale. Rimana. Oh. Sha Robolo. Rimane. Sharabana. Rigamana. Atalega Rekane. Oh, Sha Raika. Oh, Sha Ra. Rigama. Atale. ഇതിനകത്തിരിക്കുന്ന 10 പേരെ ദൈവരാജ്യത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഈ ആളുകളെ അഭിഷേകം ചെയ്ത് പുതുമയോടെ ദൈവം എഴുന്നേൽപ്പിച്ചു നിർത്തുക. പക്ഷേ ദൈവാത്മാവനോട് പറയുന്നു, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി 7 ദൈവദാസന്മാർ, 7 അഭിഷിക്തന്മാർ 7 വഴികളിൽ നിന്ന് ആലയത്തിനകത്തോട് കയറുന്നു. Sharagane Sharatha Yosh Rekabalata തിരുവനന്തപുരം പട്ടണത്തുനിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് തങ്ങി ആരാധിക്കത്തക്ക നിലവാരത്തിൽ ഇവന്റെ അപരികളെ 2025 ദൈവാത്മാവ് വിശാലപ്പെടുത്തുന്നു. നിയോഗങ്ങളുടെ വാതിലുകൾ ശ്രേഷ്ഠന്മാർ ഈ പുൽപ്പുറ്റിൽ എഴുന്നേറ്റു നിൽക്കുന്ന ഒരു വെളിപ്പാട്. ഇന്ന് രാത്രി ദൈവത്തിന്ന് പുതിയ തുടക്കങ്ങൾ കൊതിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്നൊരു ദൂതുണ്ട്. പണ്ടുള്ളവയെ നീ ഓർക്കരുത്, പിൻപുള്ളവയെ നീ മുൻപുള്ളവയെ കുറിച്ച് നീ നിരൂപിക്കരുത്. ഞാൻ പുതിയത് നിനക്ക് ചെയ്യാം, പുതിയത് ഞാൻ നിനക്ക് ചെയ്യാം. ആർക്കും ചെയ്യാത്തത് ഞാൻ ചെയ്യാം. ഇന്ന് രാത്രി കേട്ടോണേ. ഒരിക്കൽ ഒരു അടിമച്ചെറുക്കൻ വെള്ളത്തിലകപ്പെട്ടു നൈൽ നദിക്കകത്ത് ഒഴുകി അതിനകത്തുള്ളവർ മത്സ്യത്തിനും അവൻ്റെ മാംസം ഭക്ഷണമായി തീരേണ്ട സാഹചര്യത്തിൽ ദൈവം അവനെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയി വളർത്തിയപ്പോഴും അവൻ്റെ ചിന്തയെമ്പം അറിയാമോ അവൻ കൊട്ടാരത്തിൽ വസിക്കുമ്പോഴും രാജകീയ ആഹാരം കഴിക്കുമ്പോഴും രാജകീയ പാനീയം കുടിക്കുമ്പോഴും രാജകീയ രഥത്തിൽ യാത്ര ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചാട്ടെ, വചനം ഇങ്ങനെ പറയുന്നു, അവൻ്റെ ചിന്ത മുഴുവൻ കുടിലിൽ കിടക്കുന്ന ഇമ്മലകളിൽ കഷ്ടപ്പെടുന്ന ഒരു 400 വർഷമായി അവൻ്റെ കൂടെയുള്ള അവൻ്റെ മാംസത്തിന് മാംസമായ അവൻ്റെ രക്തത്തിന് രക്തമായ അവൻ്റെ കൂടപ്പിറപ്പുകൾ വേദനയോടെ ഞെരുങ്ങുന്നു. കഷ്ടതയുടെ ആഴത്തിനകത്ത് ഇമ്മലകളുടെ ചുമന്നുകൊണ്ട് ഒരായുസ് മുഴുവനും 300 സംവത്സരം അവരടിമകളായി കിടക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണമേ, ഈ ഭക്തനായ മനുഷ്യന് അവരെ കുറിച്ചുള്ള ആത്മഭാരം മാത്രമേ ഉള്ളൂ. പക്ഷെ ശ്രദ്ധിച്ചു കേട്ടോണോ, 40-ാമത്തെ വയസ്സിൽ മിസ്രൈമിനെ അടിച്ചു കൊന്നിട്ട് അവിടെ നിൽക്കാൻ കഴിയാതെ മരുഭൂമിയിലേക്ക് ഓടിക്കുമ്പോൾ തൻ്റെ അമ്മായിയപ്പനായ യിത്രോവിൻ്റെ ആടിനെ മേച്ചു നടക്കുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണോ, മോശ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യന് എവിടെ വച്ചാണ് പുതിയ തുടക്കം ആരംഭിച്ചതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് രാത്രി കേട്ടോ, ഇമ്മലകൾ പിതാക്കന്മാർ ജീവിച്ച ജീവിത സാഹചര്യങ്ങൾ, ഇമ്മലകൾ അവർ കടിച്ച ആഹാരത്തിന്റെ നിലവാരം, ഇമ്മലകളിൽ മാറിയെടുക്കാൻ കഴിയാതെ ചെറ്റപ്പുരക്കകത്ത് അടിമ വീട്ടിനകത്ത് ഇമ്മലകളിൽ അവന്റെ പിതാക്കന്മാർ കണ്ണുനീരോടെ കരഞ്ഞ ആളുകൾ എണ്ണി വേദനയോട് ഒരായുസ് മുഴുവനും അവൻ തള്ളി നീക്കുമ്പോഴും മരുഭൂമിയിലെ 40 വർഷം കഴിയുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചോ, എവിടെയാണ് ദൈവത്തിൻ്റെ പുതിയ തുടക്കം തുടങ്ങുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മരുഭൂമിയുടെ 40 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ്
മരുഭൂമിയിൽ വച്ച് മുൾപ്പടർപ്പിനകത്ത് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. 2025 നിന്റെ ജീവിതത്തിൽ പുതിയ ആരംഭം വരണമോ? ആർക്കുമില്ലാത്തൊരു മരുഭൂമി ആയിരിക്കാം ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന വേദന. ഒരു പക്ഷേ എന്നോട് പറഞ്ഞാൽ അതിൻ്റെ തീവ്രത എനിക്ക് മനസ്സിലാകില്ല. എൻ്റെ വേദന നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തീവ്രത മനസ്സിലാകില്ല. അടുത്തിരുന്ന് കൈയടിക്കുന്ന വ്യക്തിക്ക്, സ്തോത്രം കരം പിടിച്ചു തരുന്ന വ്യക്തിക്കോ നിന്റെ കണ്ണുനീരിൻ്റെ വേദന അറിയാൻ കഴിയില്ല. പക്ഷെ സഹിക്കുമ്പോൾ നിനക്ക് മാത്രമേ നിന്റെ രോഗത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും വേദന അറിയാവൂ. പക്ഷേ ആ വേദനയുടെ മടിവിലോ പുതിയ ആരംഭം വെളിപ്പെടണമെങ്കിൽ ഈ രാത്രി ഒന്ന് പറയാമോ? 2025 ആരോട് സംസാരിച്ചില്ലേലും അപ്പാ എന്നോട് സംസാരിക്കുന്ന ദിനരാത്രങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ രാത്രി കൊതിക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ കൊതിക്കുന്നു? രാത്രിയുടെ യാമങ്ങളിൽ ദൈവം തട്ടി ഉണർത്തി ആരോടും ഇടപെടാത്തവണ്ണം നിന്നോട് സംസാരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ ആരോടും ഇടപെട്ടിട്ടില്ലാത്തവണ്ണം നിന്നോട് ഇടപെടുന്ന യാത്രകളിൽ ദൈവമായൊരു എൻകൗണ്ടർ ഉണ്ടാകുമോ? ഞാൻ കൊതിക്കുന്നു. 2025 പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് എൻ്റെ ദൈവമായൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ പോകുക. ചില പഴിപിടച്ചു പോയ പിന്മാറ്റത്തിൽ മടക്കുന്ന ചിലവിന് മടക്കിക്കൊണ്ടുവരുന്ന ഒരു എൻകൗണ്ടർ. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിയില്ല, 15 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഒതുക്കിപ്പെട്ടുപോയ ചില തലമുറകളെ ദൈവാത്മാവ് ആലയത്തോട് ചേർക്കുകയാ, ആലയത്തിനോട് ചേർക്കുക. ഈ രാത്രി വലിയ ദൈവശക്തി വ്യാപരിക്കുക. അപ്പന് വേണ്ടാത്ത, അമ്മയ്ക്ക് വേണ്ടാത്ത, ലോകത്തിന്റെ പിന്നാലെ ഓടുന്ന ചിലവിനെ ആത്മാവ് തൊടുക, ചിലവിന്റെ ഉറക്കം നഷ്ടപ്പെടുക. ശുശ്രൂഷകന്മാരെന്നെ കേൾക്കുന്നുണ്ടോ? ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടോ? പുതിയ നിയോഗം വേണോ? പുതിയ തുടക്കം വേണോ? ദൈവത്തെ കാണുന്ന ദിനരാത്രങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. സ്വർഗത്തോളം എത്തുന്ന ഗോവേണി ദൂതന്മാർ കയറുകയോ ഇറങ്ങുകയും ചെയ്യും. അതുപോലെ ചിലരുടെ മേൽ ഉറക്കം കളഞ്ഞ ദൈവാത്മാവ് ചിലവിനെ ഉറക്കം നഷ്ടപ്പെടുത്തി എഴുന്നേൽപ്പിച്ച് ചില ദൂതുകൾ കൈമാറുന്ന അങ്ങനെ ദൈവാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. സഹോദരങ്ങളെ, ഇന്ന് രാത്രി ആത്മാവിൽ പിടിച്ചോ. നിന്റെ രാത്രിയുടെ യാമങ്ങളിൽ ദൈവം നിന്നോട് സംസാരിക്കുക. നിന്റെ റൂമിനകത്ത് ഇറങ്ങി വരിക. ആരോട് സംസാരിച്ചിട്ടില്ലാത്തവണ്ണോ I need it Lord, I need it Lord. ഇന്ന് രാത്രി എനിക്ക് ആവശ്യമാണ്. ഓ ശബാരബ, എന്നോട് ദൈവാത്മാവ് പറയുന്നു, ആലയത്തിനകത്ത് മാത്രമല്ല ഭവനങ്ങൾക്കകത്തിരിക്കുമ്പോ ചിലവിനെ എടുത്തെറിഞ്ഞ് ദൈവം കൃത്യമായി സംസാരിക്കുന്ന ഒരന്ത്യകാല ഉണർവിന്റെ തീ വെളിപ്പെടാൻ പോകുക. ചിലവിന്റെ മേൽ ആഴത്തിൽ കത്താൻ പോകുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ ദൈവ സാന്നിധ്യത്തിനകത്ത് കയറിയപ്പോ നീ സാധാരണ വ്യക്തിയായിരുന്നു. പക്ഷെ ദൈവവുമായുള്ള ഏറ്റുമുട്ടൽ കടിഞ്ഞിറങ്ങുമ്പോ നിന്നിൽ പ്രവാചക ശുശ്രൂഷ വെളിപ്പെടത്തക്ക നിലവാരത്തിൽ അസാധാരണമായ സാന്നിധ്യം തലമുറകൾക്ക് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ദൈവദാസന്മാരെ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഇന്ന് പകൽക്കാലം നിന്റെ ചരിത്രം തിരിയും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, 2025 വലിയ വലിയ മീറ്റിങ്ങുകൾക്കകത്ത് വലിയൊരു ഉണർവ്
ആലയത്തിനകത്ത് കത്തി പുറപ്പെടുക. വലിയൊരു നിയോഗത്തോട് ഈ ദേശത്തൊതുങ്ങുന്നതല്ല. രോഗരാജ്യങ്ങളിൽ എത്തത്തക്ക നിലവാരത്തിൽ ചിലവിനെ ലിഫ്റ്റ് ചെയ്യുമോ? Shabara Charete Gamba Sha Shabarabana ശ്രദ്ധിച്ചേ, എനിക്ക് ആഗ്രഹമുണ്ട്, കത്തുന്നുണ്ട്, ഈ ദൂത് ചലിക്കുന്നുണ്ട്. രാത്രി കേട്ടോ, മുൾപ്പടർപ്പിനകത്ത് ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. മോശയോട് പറഞ്ഞു, മോശേ മോശേ മോശേ, നീ നിൽക്കുന്ന സ്ഥലം എഴുതിയിട്ടോ. 2025 ഒരു പ്രവാചകൻ നിന്റെ പേര് വിളിക്കില്ല, ദൈവം വിളിക്കും. ദൈവം വിളിക്കും. ദൈവം വിളിക്കും. ദൈവം വിളിക്കും. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചതുപോലെ, ശൗലേ ശൗലേ എന്ന് വിളിച്ചതുപോലെ, മോശയെ മോശയെ എന്ന് വിളിച്ചതുപോലെ, അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചതുപോലെ, ഈ തലമുറയിൽ മിന്നും പുതിയത് ചിലത് പുറപ്പെടുവിക്കുക. കയറിക്കുക, മാളിക മുറിക്കകത്ത് നിയോഗത്തിന്റെ പാറ്റേൺ, നിയോഗത്തിന്റെ ബാറ്റേൺ, റിവൈവലിന്റെ ബാറ്റേൺ ഈ തലമുറയിൽ മന്ത്രവാദികൾ പോലെ നിന്റെ മുന്നിൽ മുട്ടുകുത്തക്ക നിലവാരത്തിൽ ഇന്ന് രാത്രി വെളിപ്പെടുന്ന ദൈവശക്തി. വിളിക്കു വേണ്ടി ഒരുങ്ങിക്കോ. ദൈവം വിളിക്കാൻ പോകുക. സഹോദരങ്ങളെ, നിന്റെ തലമുറ ദൈവം വിളിക്കാൻ പോകുക. നീ വിളിച്ചിട്ട് വന്നില്ല, പക്ഷെ ദൈവം വിളിക്കാൻ പോകുക. നീ വിളിച്ചിട്ട് വന്നില്ല, പക്ഷെ 2025 ദൈവം വിളിക്കാൻ പോകുക. രാത്രി ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ. ദൈവം നിന്നെ വിളിച്ചാൽ, അയ്യോ, ദൈവം നിന്നെ വിളിച്ചാൽ, ദൈവവുമായുള്ളൊരു ഏറ്റുമുട്ടൽ കണ്ടാൽ, അടുത്ത എഴുതിയിട്ടോ, അടുത്ത ഡിസംബറിൽ എഴുന്നേൽക്കുമ്പോൾ പറയേണ്ട സാക്ഷ്യം ഇന്നത്തെ ജീവിതം നിലവാരമായിരിക്കില്ല. നിന്റെ സ്റ്റാൻഡേർഡ് ഈ നിലവാരമായിരിക്കില്ല. നിന്റെ ദൈവസഭയുടെ സ്റ്റാൻഡേർഡ് ഈ നിലവാരമായിരിക്കില്ല. ഞാൻ കൊതിക്കുമ്പോ അടുത്ത വർഷം ആലയത്തിന്റെ അബിരികളുടെ മേൽ ദൈവത്തിന്റെ വലിയൊരു വിശാലത. ഇന്ന് രാത്രി ഈ ഹോളം നിറഞ്ഞ് ആൾക്കാരിയ്ക്കുന്നുണ്ട്. ഇതിന്റെ 3 ഇരട്ടി യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് വിശ്വാസത്തോ അതങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. പാരമ്പര്യത്തിന്റെ തായ്വേരുകൾ ഈ രാത്രി അറുത്തുമാറ്റി ഉണർവിന്റെ ദീപശിഖ. ഓ, ശ്രദ്ധിച്ചേ പ്രിയരെ, ഇന്ന് രാത്രി നിന്നെ കണ്ടാൽ, ദൈവ സാന്നിധ്യം നീ അനുഭവിച്ചാൽ, നിന്റെ പേര് ദൈവം വിളിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുക.
രാത്രി ഞാനും ആ ദൂത് പിടിച്ചു വെച്ച് പ്രാപിക്കുക. ഞാൻ ഒത്തിരി പുതിയ നിയോഗങ്ങൾക്ക് വേണ്ടി 2024-25 ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവസഭയുമായുള്ള ബന്ധത്തിൽ, ദൈവജനവുമായുള്ള ബന്ധത്തിൽ തന്നൊരു ദൂത. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ മാത്രമല്ല ഞാനും പ്രാപിക്കുക. ഇന്ന് രാത്രി കേട്ടോ, ദൈവമായുള്ളൊരു ഏറ്റുമുട്ടൽ നിനക്കുണ്ടായ, ഒരു എൻകൗണ്ടർ നിനക്കുണ്ടായാൽ ഉണ്ടായാൽ ശ്രദ്ധിച്ചു കേട്ടോ. മോശേ, ഇന്നലെ വരെ നിന്റെ വടി ആടിന് ആഹാരം കൊടുക്കാൻ വേണ്ടി ആഹാരത്തെ ചായ്ക്കാനും ആടിനെ മേയ്ക്കാനേ കൊള്ളാവൂ. നിന്റെ വടി ഉണക്കയാ. നിന്റെ കൈക്കകത്ത് പണ്ട് മുതലേ ഇരിക്കുന്ന സാധനമാ. ആമൻ, ഇന്ന് രാത്രി നിനക്ക് സ്വന്തമെന്ന് പറയാൻ അബേയുള്ളൂ. മരുഭൂമിയിലാ നിന്റെ വാസം. പക്ഷെ ഇന്ന് രാത്രി നീയും ഞാനുമായുള്ളൊരു ഏറ്റുമുട്ടലുണ്ടായാൽ, നിന്നെ കാണാനുണ്ട് ദൈവം ഇറങ്ങി വന്നാൽ, നിന്റെ കയ്യിലിരിക്കുന്ന ആ ഉണക്ക വടിയില്ലേ, അത് അത്ഭുതത്തിൻ്റെ വടിയാ. ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്തുള്ള ചെറിയ കാര്യമില്ലേ, അതുകൊണ്ട് നിന്നെ വർദ്ധിപ്പിക്കാം. അതിലൂടെ പിന്നെ പുതിയ തുടക്കം. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഇന്ന് രാത്രി നിന്റെ ചെറിയ അഭിഷേകത്തെ ലോകം അറിയുന്ന രീതിയിൽ എന്റെ ദൈവം വർദ്ധിപ്പിക്കാം. നിനക്ക് പാടാനേ അറിയൂ, നിനക്ക് പ്രാർത്ഥിക്കാനേ അറിയൂ, നിനക്ക് ഉപവസിക്കാനേ അറിയൂ. ഇന്ന് രാത്രി നിനക്ക് വലിയ കഴിവൊന്നും കാണില്ല, നിന്നെ ആരും പരിഗണിക്കില്ലായിരിക്കാം. പക്ഷെ അഭിഷേകം വെളിപ്പെട്ട ഉണക്ക വടി അത് സർപ്പമായി മാറും. ശ്രദ്ധിച്ചേ പ്രിയരെ, വടി സർപ്പമായതല്ല എൻ്റെ പ്രസംഗം. ഹലോ, സർപ്പമായതുപോലെ മന്ത്രവാദികളും ചെയ്തു. മന്ത്രവാദിയുടെ സർപ്പത്തെ മോശയുടെ വടി നിങ്ങൾ പറഞ്ഞില്ലല്ലോ. 2024 വരെ നിനക്കെതിരെ ഉപയോഗിച്ച ഉണക്കവടിയില്ലേ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ സഭയ്ക്കെതിരെ ആരും അറിയാതെ തലയ്ക്ക് മുണ്ടിട്ട് പോയി ചെയ്ത പരിപാടികളില്ലേ, ഇന്ന് രാത്രി ദൈവം പറയുക, ചിലവിനെ അഭിഷേകം വീഴുകയാ. 2025 ദൈവത്തെ സേവിക്കുന്നവരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശത്രു കെട്ടിയ മരണത്തിന്റെ പാശങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഈ രാത്രി കുലുങ്ങി മാറുകയാ. ആലയം ഒരു പരിധിക്കപ്പുറം വളരില്ല, ഒരു പരിധിക്കപ്പുറം ആത്മാക്കൾ കേറില്ല, ഒരു പരിധിക്കപ്പുറം ശുശ്രൂഷ ഉയരില്ല എന്ന് വെച്ച് കെട്ടിയ എല്ലാ സർപ്പത്തിന്റെ പദ്ധതികളും പൊളിയ ഈ 2024 അവസാന വൈവച്ചിലവിനെ പൊളിക്കുക. ഇന്ന് രാത്രി ആത്മാവിൽ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നിന്റെ തലമുറയെ വടിവെടുപ്പിച്ചത്, നിന്റെ കുടുംബ ജീവിതത്തെ ചിതലമാക്കിയത്, നിന്റെ വിദ്യാഭ്യാസത്തെ ചോദ്യചിഹ്നമാക്കിയത്, നിന്റെ ഭാവിയുടെ വാവിലടച്ചത്, ചിലവിനെ ആത്മാവ് അതിന്റെ അടിവേരുകളെ വെട്ടി ഈ രാത്രി അഭിഷേകം ചിലവിനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതിനകത്തിരിക്കുന്ന 7 കുടുംബങ്ങളുടെ മേൽ വെല്ലുവിളിച്ചിരിക്കുന്ന
വെല്ലുവിളിച്ചിരിക്കുന്ന രഹസ്യ അജണ്ടകൾ ഈ രാത്രി പൊളിയുന്നു. രഹസ്യമായ സർപ്പത്തിന്റെ കെട്ടുകൾ ഈ രാത്രി പൊളിയുക. ദൈവസഭയും രാത്രി ചിലവിനെ വിഴുങ്ങുക. Amen. Hallelujah. ഇന്ന് രാത്രി എൻ്റെ മുമ്പിൽ സമയമില്ല. നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കാൻ ഇനി 10-15 മിനിറ്റേ ഉള്ളൂ. അതൊന്നും നോക്കട്ടെ, അതൊക്കെ തെറ്റാ. ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇന്ന് രാത്രി ആത്മാവിലൊരു ധൈര്യം ഞാൻ തരാം. 2025 ഇന്നലകളെ കരയിച്ച മേഖലകളെ നീ വിഴുങ്ങും. അല്ലല്ല, നിന്റെ അഭിഷേകം വിഴുങ്ങും. നിന്റെ ദൈവ പ്രതികാരത്തോടെ ചിലവിനെ ദൈവത്തിന്റെ വടി ഉപയോഗിച്ച് വേഷത്തിന്റെ യേശുവേ ശരാദലഘടക അർധുരാദലഘടക ശരാവനാർ രാത്രി ശ്രദ്ധിച്ചോ. മോശ ചിലതിനെ വിഴുങ്ങി. എന്തിനെന്നറിയാമോ? പണ്ട് അവനെ കരയിച്ച ചിലത്, അവന്റെ ഇന്നലകളുടെ പിതാക്കന്മാരെ വേദനിപ്പിച്ച ചില പാരമ്പര്യത്തിന്റെ അടിസ്ഥാനങ്ങളെ അവന്റെ മേൽ വെളിപ്പെട്ട നിയോഗം വിഴുങ്ങിയെങ്കിൽ 2025 എഴുതിയിട്ടോ, നിന്റെ മേൽ വെളിപ്പെടും ദൈവിക നിയോഗം ചില പാരമ്പര്യത്തിന്റെ അടിസ്ഥാനങ്ങളെ വിഴുങ്ങും. ഇന്ന് രാത്രി ഒരു ധൈര്യം ഞാൻ തരാം. ഇന്ന് രാത്രി ദൈവം നിന്നിൽ പുതിയത് തുടങ്ങിയാൽ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഇന്ന് കണ്ട മിസ്രൈമിനെ 2024 അവസാനിക്കുന്ന മിനിറ്റുകളിൽ ആത്മാവ് പറയുക, ഇന്ന് കണ്ട മിസ്രൈമിനെ സഭയെ ഇനി ഒരു നാളും കാണത്തില്ല. ഇന്ന് രാത്രി പുതിയത് മുന്നിൽ വെളിപ്പെടുമ്പോൾ അതിനു മുമ്പ് നിന്നെ അടിമയാക്കി വച്ച ചിലതിനെ തകർത്തിട്ട് അടുത്ത ആണ്ടി നീ കടക്കാവൂ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രസംഗം തീരില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ ചിലപ്പോൾ 3 സീരീസ് പോവും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം. പ്രാപിക്കേണ്ട വിടുതൽ പ്രാപിച്ചിട്ടേ പോകാവൂ. മോശയുടെ മേൽ എൻകൗണ്ടർ വന്നപ്പോൾ മോശയോട് പറഞ്ഞു, മോശേ, നീ ഇസ്രായേലിനോട് പറ, നിന്റെ വടി മാത്രമല്ല അത്ഭുതം ചെയ്യാൻ ഇറങ്ങിയപ്പോ ഞാൻ ഇറങ്ങാൻ പോവാ. 2025 ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോവാ.
25 വർഷം ഒരുപക്ഷെ ദൈവം മൗനമായിരിക്കുക. ദൈവസഭയുടെ 25ാമത്തെ വർഷം ദൈവാത്മാ പറയുക, ഞാൻ ഇറങ്ങാൻ പോകാം. എന്തിനു വേണ്ടിയെന്നറിയാമോ? എന്ത് വേണ്ടിയെന്നറിയാമോ? നിനക്കൊരു പുറപ്പാടിന് വേണ്ടി, നിനക്ക് പുതിയ തുടക്കത്തിന് വേണ്ടി. എവിടെ കെട്ടി ഒതുക്കിയോ, ഏതു ദേശത്ത് ഒതുക്കിയോ, ആ ദേശത്തുനിന്ന് കൂടാരത്തെ പിഴുവ്. ദൈവം നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞു, ആ ദേശത്തിലേക്ക് ദൈവസഭ ഒരു പുതിയ തുടക്കം. എന്നോട് ദൈവാത്മാവ് പറയുന്നു, പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം, അഭിഷിക്തന്മാർ കേട്ട ദൈവശബ്ദം ആലയത്തിന്റെ മേൽ നിറവേറോ, പുതിയ ആരംഭങ്ങൾ ഉണ്ടാകുന്നു. Can we stand in the presence of God? ദൈവ സാന്നിധ്യത്തിനകത്തൊന്ന് നിൽക്കാമോ? ഇന്ന് രാത്രി നാം ദൈവ സാന്നിധ്യത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ, ഈ രാത്രി ചില ഇരുട്ടിന്റെ കെട്ടുകളെ ദൈവം പൊട്ടിക്കും. മോശ കേട്ടോ, കാകളത്തോടുകൂടെ തപ്പിനോടുകൂടെ ചെങ്കടലിന്റെ അടുക്കൽ വന്നു നിന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, മോശേ നീ കരം നീട്ട. ഇന്ന് രാത്രി ദൈവം പറയുക, ധൈര്യമായി നിന്ന് നിന്റെ അഭിഷേകത്തെ ജ്വലിപ്പിക്ക. നീ കരം നീട്ടിയാൽ ആ കരത്തിൻ്റെ മുകളിലൂടെ എൻ്റെ കരം ചലിക്കും. കരം ചലിക്കും. രഗബിനെ ഞാൻ വെട്ടും. മഹാസർപ്പത്തെ ചെങ്കടലകത്ത് വെച്ച് ഞാൻ കുത്തിക്കളയും. നിന്റെ പിതാക്കന്മാരെ ഒതുക്കിയ ചിലവിനെ ഞാൻ നിന്നിലൂടെ തകർത്ത് ഉണർവിനെ പുറത്തു കൊണ്ടുവരാം. നമ്മൾ ആരാധിച്ച് ജയമെടുക്കാൻ പോവാ. ആ സമയം കയർ പുറകിൽ വരുമ്പോൾ ദൈവദാസൻ മുന്നോട്ട് കടന്നു വന്ന് വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ ചലിച്ച് 2025 നടന്നു കയറുമ്പോൾ ചില രകബുകൾ വെട്ടും, ചില മഹാസർപ്പങ്ങൾ കുത്തേറ്റ് വീഴപ്പെടും. വലിയ ദൈവിക ചലനങ്ങൾ ആലയത്തിനകത്തും നിന്റെ മേൽ വെളിപ്പെടും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം കൊയർ പുറകെ വരാമോ? ഇത് 136 സങ്കീർത്തനം. ഞാൻ വായിക്കുമ്പോൾ സഭ പറയേണ്ടത് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ കാര്യം മാത്രമേ പറയാവൂ. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ ദൈവത്തിൻ്റെ സ്തോത്രം 2 മിനിറ്റുണ്ട്. ഓർത്തുകൊള്ളുക. 136 യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. ദേവാദേവത്തിന് സ്തോത്രം ചെയ്യുവിൻ, കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചവന്, ജ്ഞാനത്തോട് ആകാശത്തെ ഉണ്ടാക്കിയവന്, ഭൂമി വെള്ളത്തിന്മേൽ വിരിച്ചവന്, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും
ചന്ദ്രനെ നക്ഷത്രം ഉണ്ടാക്കിയവന്, അവന്റെ ഭയമേക്കുമുള്ളവർ. മിസ്രൈമിലെ കടിഞ്ഞുകൊള്ളി സംഗ്രഹിച്ചവന്, അവന്റെ ഭയമേക്കുമുള്ളവർ. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന്, അവന്റെ ഭയമേക്കുമുള്ളവർ. വെള്ളമുള്ള കൈകൊണ്ട് നീട്ടിയ ഭുജം കൊണ്ട് തന്നെ അവന്റെ ഭയമേക്കുമുള്ളവർ. ചെങ്കട രണ്ടായി വിഭജിച്ചവന്, അവന്റെ ഭയമേക്കുമുള്ളവർ. അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന്, അവന്റെ ഭയമേക്കുമുള്ളവർ. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്, അവന്റെ ഭയമേക്കുമുള്ളവർ. തന്റെ ജനത്തെ മരുഭൂമിയിൽ നടത്തിയവന്, അവന്റെ ഭയമേക്കുമുള്ളവർ. മഹാരാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, അവന്റെ ഭയമേക്കുമുള്ളവർ. ശ്രേഷ്ഠരാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, അവന്റെ ഭയമേക്കുമുള്ളവർ. അമോനി രാജാവ് സീയോനെയും അവന്റെ ഭയമേക്കുമുള്ളവർ. ബാശാരാജ ഓഗനെയും അവന്റെ ഭയമേക്കുമുള്ളവർ. അവരുടെ ദേശത്തെ അവകാശമാക്കി കൊടുത്തു. അവന്റെ ഭയമേക്കുമുള്ളവർ. തന്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ അവന്റെ ഭയമേക്കുമുള്ളവർ. നമ്മുടെ താഴ്ചയെ നമ്മളെ ഓർത്തവന്, അവന്റെ ഭയമേക്കുമുള്ളവർ. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടിപ്പിച്ചവന്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന്, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവി. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവി. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവി. അവന്റെ ഭയമേക്കുമുള്ളവർ. അഭിഷേകത്തിന്റെ നിറവോടെ ദൈവസഭ ചില മിശ്രൈമിക അടിമത്തങ്ങളെ പൊളിച്ച് പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി 2025 ഞങ്ങൾ ഈ നിമിഷം ആത്മാവിൽ പ്രവേശിക്കുകയാണ്. കരമടിച്ച് ഒന്നിനെ കുറിച്ചിനിയും എനിക്കാതുല ചിന്തയില്ല. ജീവമന്നാത്തുന്നവർ എന്നെ ക്ഷേമമായി ചേർന്ന് പാടിക്കാട്ടെ. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാതുല ചിന്തയില്ല. ജീവമന്നാത്തുന്നവർ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്ന് കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്ന് കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു പോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി. ഓ, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു പോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും. ഓ, യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാം. ഓ, മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട. 2025 അത് ഒന്നാം എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ, യാക്കോബിൻ ദൈവം എന്ന് കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്ന് കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ വിശ്വാസത്തോടെ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാത്തവേ എന്നെ ക്ഷേമമായി
ഒരിക്കൽ കൂടെ ഒന്നിനെ കുറിച്ചിനി എനിക്ക് 2025 ജീവമങ്ങാത്തവേ ഒന്നിനെ കുറിച്ചിനി എനിക്കാകുല ചിന്തയില്ല ജീവമങ്ങാത്തവേ എന്നെ ക്ഷേമമായി പാലിക്കുന്നു അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ള അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ സീയോൻ യാത്രയതിൽ ഓ സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും സീയോൻ ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ധൈര്യത്തോടെ ജീവമങ്ങാത്തവേ എന്നെ ക്ഷേമമായി ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല ജീവമങ്ങാത്തവേ എന്നെ ക്ഷേമമായി പാലിക്കുന്നു അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ള അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും 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 സീയോൻ യാത്രയതിൽ മനമേ സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നു വേണ്ടിനിയും സീയോൻ യാത്രയതിൽ മനമേ ശമനം തിരേ രമണ ശങ്കിരേ തിരേ തിരേ ദീപാരാചാരേ രമണ വിശ്വാസത്തോടെ വിമാനം ശമനധാര ധീരമന വൈദമന ധീരവരം ചുരവൈദവരം ദുരവക്ഷവരം ധര ചുരവൈദവരം ദുരഘടക ചുരമാരീവര വൈദവരം ദുരവക്ഷവ രാമാനികം ധാരം ധാരം ധീരം ധാരം ധീരം ധാര ചുരവൈദവരം ദുരഘടക ചുരവ ശാരാധാര ധീരമാന ധീരമാന വലിയ തുടക്കങ്ങൾ വലിയ തുടക്കങ്ങൾ വലിയ തുടക്കങ്ങൾ ഈ 2025 ആരംഭത്തിൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുകയാണ്. ഈ ആണ്ടിന്റെ ആരംഭത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങൾ സഭയായി ആ വചനത്തെ മുറുകെ പിടിക്കുക. പുതിയ ആരംഭങ്ങൾ പുതിയ നിയോഗങ്ങൾ ഇതിനകത്ത് നിൽക്കുന്ന ഓരോ തലമുറകളുടെ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഓരോ കുടുംബങ്ങളുടെ ഈ പകൽ പുതിയ ആരംഭങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി ഈ രാത്രി ചില ചെങ്കടലുകളെ കടന്ന് ഞങ്ങൾ ആത്മാവിൽ തപ്പെടുത്തു നൃത്തം ചെയ്യുക. വാഗ്ദത്ത കന ഇനി ഞങ്ങൾക്ക് വിദൂരമയല്ല, ഇനി ഞങ്ങൾ ഫറവോൻ അടിമകളല്ല. ഇന്ന് രാത്രികൾ കനാൻ ദേശത്തിന് അന്യരല്ല. ആത്മമറവിൽ ഞങ്ങൾ വാഗ്ദത്തത്തിന്റെ കനാനെ ഞങ്ങൾ ആത്മാവിൽ ചിലരുടെ മേൽ ശക്തിമേറിയ ദൈവ സാന്നിധ്യം
ചിലവിന്റെ മേൽ ശക്തിമേറിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കുകയാണ്. ഈ രാത്രി ചലിക്കുക. ഒരു പുതിയ ശക്തി പ്രാപിക്കുക, ഒരു പുതിയ ദൈവകൃപ പ്രാപിക്കുക. ഈ ആണ്ടിന്റെ ആരംഭത്തിൽ പുതിയൊരു ആത്മനിറവ് പ്രാപിക്കുക. ഇന്ന് രാത്രി നിന്റെ മാവിന്റെ കെട്ടടിയപ്പെടട്ടെ. നിന്റെ മേൽ അസാധാരണമായ മൂവ്മെന്റുകൾ ഈ രാത്രി ചലിക്കട്ട. ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നിന്റെ കുടുംബക്കാർ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ഈ സഭ കണ്ടിട്ടില്ലാത്ത ചില പുതിയ തുടക്കങ്ങൾ ചിലവിന്റെ ശിരസിൽ കരം വെച്ച് പ്രവചിക്കണമെന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവ ചിലവിനോട് കൃത്യമായി ഇടപെടുക, നിന്നോട് സംസാരിക്കുക. ഈ ദൂത് നിനക്കുള്ളവാമ. ഇന്ന് രാത്രി അങ്ങനെ സംസാരിക്കുന്നവരോട് ഇന്ന് രാത്രി ആത്മാവിൽ പിടിക്കുക. അടിമ വീട് വിട്ടു. പണ്ടുള്ളവയെ കുറിച്ച് നീ ഓർക്കേണ്ട കുഞ്ഞ്, മുൻപുള്ളവയെ കുറിച്ച് അവിശ്വാസത്തോടെ നിരൂപിക്കണ്ട. ഇന്ന് രാത്രി പുതിയത് വെളിപ്പെട്ടു. ഈ ആണ്ടിന്റെ ആരംഭ മിനിറ്റുകളിൽ നിന്നിലത് സംഭവിച്ചു തുടങ്ങി. ഒരു നിന്നിലത് സംഭവിച്ചു തുടങ്ങി. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിന് ഞങ്ങൾ കാണുകയാ. 2025 ഞങ്ങളുടെ തലമുറകൾ ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കട്ടെ. ആലയത്തിന്റെ മേൽ പുതിയ നിയോഗങ്ങളുമായി ഞങ്ങളുടെ തലമുറകൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി തിരിക്കട്ടെ. ഞങ്ങളുടെ ആലയത്തിനകത്ത്, ഞങ്ങളുടെ ആലയവുമായി ബന്ധപ്പെട്ട് അനേക വേദ പഠനം പഠിക്കത്തക്ക നിലവാരത്തിൽ പുതിയ ആരംഭങ്ങൾ സംഭവിക്കട്ടെ. രാജ്യങ്ങൾക്കപ്പുറം, പട്ടണങ്ങൾക്കപ്പുറം ഞങ്ങളുടെ ആലയം ഫ്ലറിഷ് ആകട്ടെ. പുതിയ ബ്രാഞ്ചുകൾ ആത്മാവിൽ പിടിക്ക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി അർഹതയില്ലാത്ത ഭാവി വെളിപ്പെടട്ടെ. അർഹതയില്ലാത്ത കുടുംബജീവിതം വെളിപ്പെടട്ടെ. അർഹതയില്ലാത്ത ഉയർച്ച വെളിപ്പെടട്ടെ. അർഹതയില്ലാത്ത യൂണിവേഴ്സിറ്റികൾ നിന്റെ തലമുറയുടെ മുന്നിൽ തുറക്കപ്പെടട്ടെ. സംഭവിക്കുന്നു. എന്നോട് ദൈവാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ആലയവുമായിട്ടുള്ള ബന്ധത്തിൽ 7 എന്നൊരക്കം ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. 7 വിധ തുടക്കങ്ങൾ ആലയവുമായുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്നു. 2025
ഇങ്ങനൊരു മീറ്റിംഗ് കർത്താവിൻ്റെ വരവ് താമസം ഉണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതത്തോടെ പറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ പുതിയ നിയോഗങ്ങൾ, തുടക്കങ്ങൾ സംഭവിക്കുന്നു. ആലയങ്ങളുടെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ആലയത്തിൻ്റെ പേര് പട്ടണത്തിൽ പ്രശസ്തമാകത്തക്ക നിലവാരത്തിൽ വലിയൊരു ദൈവത്തിൻ്റെ ചലനം വെളിപ്പെടുന്നു. തീർത്തുകളയുമെന്നും ഒതുക്കിക്കളയുമെന്ന് ഇതിനകത്തുനിന്നൊരു നന്മയുണ്ടാകില്ലെന്ന് വെല്ലുവിളിച്ച ചിലവിൻ്റെ തായ്വേരുകളെ വെട്ടി 2025 ദൈവസഭയ്ക്ക് പുതിയ നിയോഗത്തിന്റെ തുടക്കങ്ങൾ. എഴുതിയിട്ടോ? എന്നോട് ദൈവാത്മാവ് പറയുന്നു, ദൈവിക പദ്ധതിക്കകത്ത് ചിന്തിക്കാൻ കഴിയാത്ത തലമുറകൾ ഓടിക്കയറുന്ന സീസണുകൾ വെളിപ്പെടും. വലിയ ഉണർവിൻ്റെ കാറ്റ് ഇതിനകത്ത് വെളിപ്പെടും. തങ്ങി ഉപവസിക്കത്തക്ക നിലവാരത്തിൽ ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന നാളുകൾ വിദൂരമല്ലെന്ന് ആത്മാവ് പ്രവചിക്കുക. ശക്തന്മാർ ഇവിടെ നിന്ന് പ്രസംഗിക്കും. ശക്തന്മാരിവിടെ നിന്ന് പ്രസംഗിക്കും. വലിയ ദൈവത്തിൻ്റെ ചലനം ഈ പട്ടണത്തിനകത്തുണ്ടാകും. ചിലതിൻ്റെ ഈ കുടിയിരിപ്പുകൾ ദൈവം തകർക്കും. ദൈവസഭയുടെ സീസൺ ദൈവാത്മാവ് തുറന്നിടുകയാണെന്ന്. ഒരു ഡാമിൻ്റെ ഷട്ടർ തുറക്കുമ്പോൾ എങ്ങനെയാണോ വേഗതയിൽ വെള്ളമൊഴുകുന്നത്, അതുപോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒഴുക്ക് ഈ ആലയത്തിനകത്തുനിന്ന് ഈ നിമിഷം മുതൽ പൊട്ടി പുറപ്പെടുകയാണെന്ന്. ആത്മാവ് ഈ നിമിഷം ദൂത് കൈമാറുക. പ്രിയരെ, നിൽക്കുന്ന നിൽപ്പിൽ ആരോഗ്യമുണ്ടെങ്കിൽ ഒരു നിമിഷം എല്ലാവർക്കും ഒന്ന് എഴുന്നേക്കാമോ? വെറും ഒരേ ഒരു മിനിറ്റ്. നമ്മളെല്ലാ വർഷവും ചെയ്യുന്നതാണ്. ആണ്ടിൻ്റെ ആരംഭത്തിൽ ദൈവത്തിന് കൊടുത്താണ് നമ്മൾ തുടങ്ങുന്നത്. ഇന്ന് രാത്രി നമ്മളത് ചെയ്യാൻ പോവാ. അതിനു മുമ്പ് നിങ്ങൾ ആ നന്മ കരത്തിലെടുത്ത് ഒന്ന് ഉയർത്തിപ്പിടിക്കണം. ഒന്ന് ഉയർത്തിപ്പിടിക്കണം. ശമനധുരകൽക്കവ. ആണ്ടിൻ്റെ ആരംഭം ദൈവസന്നിധിയിൽ വിതച്ച് നമുക്ക് തുടങ്ങാമോ? ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കാം. ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ചത് ചുമ്മാ അതല്ല. ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ നമ്മൾ വിതയ്ക്കുക മാത്രമല്ല, രാത്രി ഞാൻ ആത്മാവിൽ പറയുമ്പോൾ നിങ്ങളൊരു സ്റ്റെപ്പ് കാല് മുന്നോട്ടെടുത്ത് വച്ച്, അതൊരു പ്രൊഫറ്റിക്കൽ ആക്ഷനാണ്. ദൈവരാജ്യത്തിൽ വിതയ്ക്കുക മാത്രമല്ല, ദൈവിക നിയോഗത്തിലേക്ക് ഞാനൊരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുക. 2025 എൻ്റെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങളാകും. ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവർ, ഓൺലൈനിൽ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവർ, ഈ നിമിഷം ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുക. ഈ നിമിഷം ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുക. മോശ ചെങ്കടൽ കടന്ന് വാഗ്ദത്തത്തിലേക്ക് നടന്ന് പുതിയ ആരംഭത്തിലേക്ക് സ്റ്റെപ്പ് എടുത്തു വച്ചതുപോലെ, ഈ നിമിഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ സഭയായി ആമേൻ ആ സ്റ്റെപ്പ് എടുത്തു വയ്ക്കുക. ഒരു നിമിഷം ഒന്ന് മുന്നോട്ടൊന്ന് ചലിച്ചാട്ടെ. ഇപ്പോൾ ഈ ജനത്തിൻ്റെ മേൽ ആ ഒരു പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻ സംഭവിക്കട്ടെ. ഞങ്ങൾ ആത്മാവിൽ പുതിയ തുടക്കങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഇനി ഞങ്ങൾ കാണുന്നത് സഭാപ്രസംഗിയിൽ നിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ രാവിലെ പോറും പുതിയത്. ഓരോ പകലും ഈ ജനം പുതിയത് കാണട്ടെ, പുതിയ അത്ഭുതങ്ങൾ കാണട്ടെ.
പുതിയ തുടക്കങ്ങൾ കാണട്ടെ. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഇരിക്കാമോ? ഒരു വാക്കും കൂടെ പ്രാർത്ഥിക്കാം. സ്വർഗീയമല്ല കർത്താവേ, ഞങ്ങൾ കേട്ട ദൈവശബ്ദം ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ ഈ ജനത്തിൻ്റെ മേൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതിനായി നന്ദി പറയും. അസാധാരണമായൊരു മൂവ് ചലിച്ചതിനായി നന്ദി. ലൈവിലൂടെ കാണുന്നവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇനി കാണാൻ പോകുന്നവരെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകട്ടെ. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൻ്റെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.